വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു ഇടപെടൽ കോടതി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും എന്നുള്ളത് വളരെ ഹൃദ്യമായൊരു ബന്ധമാണ്. ഭരണഘടനയുടെ തുടക്കത്തിൽ പറയുന്ന പോലെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ആ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല സൗഹാർദ്ദത്തോടു കൂടി ചർച്ച ചെയ്ത് കേരളം ഉന്നയിക്കുന്ന ന്യായമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് അനുകൂലമായ തീരുമാനങ്ങൾ വരും. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ സഹായകരമായ തീരുമാനങ്ങൾ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതി അവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കോടതി ഒരു ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാനം പറഞ്ഞു. ആലോചിച്ചിട്ട് യൂണിയൻ ഗവൺമെൻറ് പ്രതിനിധിയും അവിടെ ഇത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏത് സമയത്തും ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെന്നാണ് നമ്മുടെ കോടതിയിൽ നമ്മൾ അറിയിച്ചത്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ അടിയന്തരമായിട്ട് ഈ ചർച്ചയ്ക്ക് അവർ സമയം തരണമെന്ന് പറഞ്ഞു. നമ്മൾ ആരൊക്കെ വരും എന്നുള്ള അപ്പം തന്നെ അറിയിച്ചു. നിയമസഭ നടക്കുകയാണ്, നിങ്ങൾക്കറിയാം. ബഡ്ജറ്റ് സെഷനാണ്. ഇന്നലെ ബഡ്ജറ്റിൻ്റെ ചർച്ച നടത്തി. ബഡ്ജറ്റും അതുപോലെ തന്നെ SDG വേറൊരു ഉപധനാഭ്യർത്ഥനയുടെ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴായാലും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിരുന്നു. 4 പേര് നിങ്ങൾക്കറിയുന്ന പോലെ ധനകാര്യ വകുപ്പ് മന്ത്രി, നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഡോക്ടർ KM എബ്രഹാം, അതുപോലെ രവീന്ദ്ര അഗർവാൾ ഫൈനാൻസ് സെക്രട്ടറി, ഇത്രയും പേര് പങ്കെടുക്കുമെന്ന് നമ്മൾ അറിയിച്ചു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് എന്ന് തീരുമാനിച്ചു. ഇന്നലെ തന്നെ അവിടുന്ന് ഞാനും ഫൈനാൻസ് സെക്രട്ടറി ഇവിടെ വന്നു. മറ്റുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട് കേസൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അത്രയും താല്പര്യത്തോടു കൂടിയും അല്ലെങ്കിൽ അത്രയും ഉത്തരവാദിത്വത്തോടെയും സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ച് ബഹുമാനത്തോടെയാണ് ഇത് കാണുന്നത്. ഇന്ന് 2 പ്രധാനപ്പെട്ട ബില്ലുകൾ നിയമസഭയിൽ വരുവാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഉപധനാഭ്യർത്ഥനയുടെ ബില്ലും ഉപധനാഭ്യർത്ഥനയിലുള്ള ചർച്ച അടുത്ത 4 മാസക്കാലത്തേക്കുള്ള ഓട്ടോൺ അക്കൗണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചർച്ച, അതിൻ്റെ ബില്ല്, അതുപോലെ അധിക ധനാഭ്യർത്ഥനയുടെ ബില്ല്, ഫിനാൻസ് ബില്ല് അവിടെ വെക്കേണ്ട ദിവസമാണ്. ഇതെല്ലാം ഉള്ള ദിവസം തന്നെ ധനകാര്യ വകുപ്പ് സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. മന്ത്രി അവിടെ ഉണ്ടാവേണ്ടതാണെങ്കിലും ആ ചുമതല അവിടെ ഏൽപ്പിച്ച് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ഈ കാര്യത്തിൽ വന്ന് അവിടെ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഇങ്ങനൊരു ഗൗരവം ഉള്ളതുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ കാണുന്നത്. ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ആ ഒരു ചർച്ചയുടെ ഒരു അജണ്ട തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെ പൊതുവിൽ അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ അമിക്കബിളായിട്ട് 2 കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഗവൺമെൻറ്റും അങ്ങനെയാണ് കാണുന്നത്. കോടതി ആ കാര്യത്തിലാണ് ഡയറക്ഷൻ തന്നേക്കുന്നത്. പൊതുവിലുള്ള കാര്യങ്ങൾ അതിനകത്ത് നിയമപരമായി തന്നെ ഉന്നയിക്കേണ്ടി വന്നു. കുറേയേറെ കാര്യങ്ങൾ ഇത് ഉന്നയിക്കുന്നതിന് വേണ്ടി ഇത്രയും പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത് ഒരു 2.5 വർഷക്കാലം മുമ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നേരിട്ട് ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്ന സമയം മുതൽ ഇക്കാര്യം ആദ്യഘട്ടത്തിൽ പറയുന്ന സമയത്ത് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പറയുന്നത് ശരിയാണോ, ഈ പറയുന്നത് ന്യായമുണ്ടോ. അത് കേരളത്തിൽ ഈ ഗവൺമെൻറ് LDF ഈ കാര്യം വളരെ സജീവമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി വളരെ വിപുലമായി കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തു. നിയമസഭയിൽ 2 പ്രാവശ്യം പ്രമേയം പാസ്സാക്കി. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 8-ാം തീയതി ഇവിടെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലെടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് വളരെ വലിയ ചർച്ച നടന്നു. അത് ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും ഇതേ പ്രശ്നമുണ്ടെന്നുള്ളത് ചർച്ച ചെയ്യുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പാർട്ടിസിപ്പേഷനുള്ളൊരു വലിയ പരിപാടിയായിരുന്നു 8-ാം തീയതി നടന്നത്. ഒരു ദേശീയാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇത് ദേശീയ തലത്തിലുള്ള പ്രധാന പ്രശ്നമാണ്. സംസ്ഥാന അഖിലേന്ത്യാ തലത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനമാണ്. ഇതെല്ലാം ചേർത്തിട്ട് യൂണിയനും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ സജീവമായി കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് നിരന്തരമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ്. അതാണ് 8-ാം തീയതി നടന്ന ആ പ്രവർത്തനത്തോടുകൂടി ഇത് രാജ്യത്തെ ഏറ്റവും വലിയൊരു വിഷയം കൂടിയായി. എല്ലാവരുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ്. പിന്നെ നിയമപരമായി കാര്യങ്ങൾ ഏറ്റവും വിശ്വസനീയമായ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവായ
ഇമ്പാക്റ്റും റിസൾട്ടും വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇളവ് നൽകുമ്പോൾ അത് മറ്റ് സംസ്ഥാനം അങ്ങനെ ഒരു ഇളവൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇളവൊന്നും ആരും ആവശ്യപ്പെടുകയല്ല. ഇത് ഒരു ഇഷ്യൂ എങ്ങനെയാണ് എന്നുള്ളത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിന് വേണ്ടിയിട്ടുള്ള പണം വേണം, അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയാണ്. അതിനകത്ത് നിയമത്തിൻ്റെ പരിധിയിൽ ഭരണഘടനയെ പരിധി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം മനസ്സിലാക്കിയൊരു ചർച്ച. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വളരെയധികം വർദ്ധിച്ച കാര്യം ഒരു കണക്കെടുത്താണെങ്കിൽ ഏറ്റവും മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കേരളമുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു സംസ്ഥാനം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചർച്ച വരുന്നു. ഈ സമയത്ത് ഈ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഇല്ല, അങ്ങനത്തെ വേറെ ഒരു കാര്യമില്ല. കോടതി പറഞ്ഞു, അന്ന് തന്നെ തീരുമാനിച്ചു. എത്രയും പെട്ടെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റും അതേ തരത്തിൽ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ.